ഹേ ഗായ്സ്, അപ്പോൾ ഇൻദുസ് ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മതി, അത് മതി, ഓവറാക്കണ്ട. നമ്മൾ വന്നിരിക്കുന്നത് ഇത് ആരുടെയോ പറമ്പാണ്, എനിക്കറിയില്ല. ഇതിൻ്റെ കുറച്ചപ്പുറത്തുള്ളതാണ് എൻ്റെ പറമ്പ്. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ സുഖമായിരിക്കാം, ആരൊന്നും പറയൂല എന്ന് നമുക്ക് വിശ്വസിക്കാം. സൊസൈറ്റി ഇങ്ങനെയാണ്, നമ്മൾ എന്തെങ്കിലും വ്ലോഗ് എടുക്കാം എന്ന് പറഞ്ഞ് വരുമ്പോൾ ആരെങ്കിലുമൊക്കെ കയറി വരും. അതുകൊണ്ട് നമുക്ക് സ്ഥലം മാറ്റി പിടിക്കാം. നമുക്കിന്ന് ഏതെങ്കിലും മാമൻ്റെ പറമ്പിൽ നിന്ന് എടുക്കാം, അതാണ് നല്ലത്. അതാകുമ്പോൾ ആരും കാണൂല. നമുക്ക് പറമ്പിൽ നിന്ന് ഇറങ്ങാം. പറമ്പിലോട്ട് വാക്ക് വേ ഇല്ല, നമുക്ക് നടക്കാനുള്ളൊരു ഇതില്ല. ചാടി പോകണം. ചാടി ഷൂട്ട് ചെയ്യാൻ ഞാൻ അത്ര വലിയ കഴിവുള്ളൊരു വ്യക്തിയൊന്നുമല്ല. അവസാനം പാമ്പ് കൊത്തി മരിക്കാനായിരിക്കും എൻ്റെ യോഗം. അതുകൊണ്ട് വേണ്ട. ഇങ്ങനെ ഞാൻ ഇപ്പം ചത്തിട്ട് ആരും അങ്ങനെ സൂഹിക്കണ്ട. ഗൈസ്, ബാക്കിൽ നിന്ന് 2-3 ചേട്ടന്മാരൊക്കെ നടക്കുന്നത് കൊണ്ട് നമുക്ക് വീഡിയോ ലൊക്കേഷൻ മാറ്റാം. ഞാനിപ്പോ വരാവേ. കാണാം ഇവരൊക്കെ ആരാണോ എന്തോ. ചേട്ടന്മാർ പോയി ഗൈസ്. അത് വേണ്ടല്ലേ. ലക്കി എവിടെ? എവിടെയെങ്കിലൊക്കെ പോയി കടന്നിട്ട് ബാ, ചുമ്മാ അറിയാം ബാ. മധുരമില്ലാത്ത പായസം പോലെ മാറി. ഗൈസ്, ഇതാണ് നാട്ടുമ്പുറത്തിൻ്റെ പ്രത്യേകത. കുറച്ച് പച്ചപ്പൊക്കെ കാണാം. കാണാമോ? ആരാൻ്റെയോ പറമ്പുകളാണ് ഗൈസ്. പക്ഷേ നോ വെറീസ്, നമ്മളിങ്ങനെ നടന്ന് എക്സ്പ്ലോർ ചെയ്യും. നമ്മളിനി എന്തെങ്കിലും ധൈര്യമൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്ന് ഹേ ഗായ്സ് എന്നൊക്കെ പറയുന്നൊരു ദിവസം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്നെ കാണാമോ? എനിക്കറിയില്ല കേട്ടോ. ഇതൊക്കെ എഡിറ്റ് ചെയ്തിടുമ്പോൾ എങ്ങനെ വരുമെന്നാണ്. ഒപ്പാസിറ്റി ഒന്ന് പിടിച്ചിട്ട് ഡോഡ്ജ് സ്മഡ്ജ് ഷാർപ്പൻ ചെയ്തെടുത്താ സംഭവം കിടക്കും. ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ? ഉടുക്കത്തെ വെയിൽ ഇത്രയും ലൈറ്റ് ഒന്നും വേണ്ട. വാ നിന്നെ ഞാൻ സൂപ്പർ സ്റ്റാർ ആക്കാന്നൊക്കെ പറഞ്ഞിട്ട് നീ ക്യാമിയോ തന്നിട്ട് പോയാ. വാ. ഭയങ്കര ലൈറ്റ് അല്ലേടാ? ഇത്രയും ലൈറ്റ് വേണ്ട. തിരിഞ്ഞിരിക്കാം. ഇത് കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ ഈ നടന്ന് വ്ളോഗ് എടുക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ പരിപാടി കൊള്ളാം. ആരുമില്ലാത്ത പറമ്പിൽ കൂടെ ഒക്കെ നടന്ന് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു പ്രാക്ടീസ് സെക്ഷനായിട്ട് നിങ്ങൾ കണക്കാക്കണം. ഞാൻ ആ ഒരു സ്ട്രെസ് മെയിൻ്റെ ഈ മുടി പിടിക്കുന്നത് ഞാൻ നിർത്തിയില്ല. അത് തന്നെ വലിയ കാര്യം. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയം. ഞാൻ എപ്പോഴും പിടിക്കുന്നത് നിർത്തിയെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ സ്ട്രെസ്സൊക്കെ കുറച്ച് കുറയുന്നുണ്ട്. ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. അങ്ങനെയല്ല, നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. എപ്പോഴും റൂമിൽ കയറി ഇരുന്ന് സ്ക്രോൾ ചെയ്തിരിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ട് നല്ലതാണ് ഫോൺ ക്യാമറ ഓൺ ആക്കി എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ആടത്തെങ്കിലും സംസാരിക്കുന്നു എന്നുള്ളൊരു സന്തോഷമെങ്കിലും ഉണ്ടല്ലോ. 38 സബ്സ്ക്രൈബേഴ്സ് ആയി ഗൈസ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു 38 ഉള്ളൂ അങ്ങനെ ആയിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ നമ്പറാണ്. താങ്ക് യു. എന്നെ ഫോളോ ഫോളോ അല്ലല്ലടാ, ഫോളോ കയറി വരണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത 38 ആൾക്കാർക്കും എൻ്റെ വലിയൊരു താങ്ക്സ്. ഞാനത് പുച്ഛിച്ച് കാണുന്നതൊന്നും നിങ്ങൾ ചിന്തിച്ച് കളയരുത്. ഒരു ഒടുക്കത്തിലായിട്ടല്ലേ. ഇത് മതി, ഉള്ള വെളിച്ചത്തിലൊക്കെ നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ തന്നെ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടു, വാട്സാപ്പിൽ സ്റ്റാറ്റസ് വെച്ചു. ഇൻസ്റ്റയിൽ 1200 സംതിങ് വ്യൂസൊക്കെ ഉണ്ട് സ്റ്റോറിക്കും എല്ലാത്തിനുമൊക്കെ. അപ്പോൾ ആൾക്കാരൊക്കെ അറിയുന്നുണ്ട്. പിള്ളേരൊക്കെ എന്നെ തിരിച്ചറിയണ്ടല്ലേ. അതുപോലെ തന്നെ വാട്സാപ്പ്, ഇൻസ്റ്റ പോട്ടെന്ന് വെക്കാം. വാട്സാപ്പിൽ നമുക്ക് അറിയാവുന്ന ആൾക്കാരല്ലേ കോണ്ടാക്റ്റ് ഉള്ളൂ. 100-100 സംതിങ് ആൾക്കാരൊക്കെ എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കി. പക്ഷേ ഇവിടുത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോഴും 38 സബ്സ്ക്രൈബേഴ്സേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരും ഇങ്ങനെ കുത്തിയിരുന്ന് കാണുന്നുണ്ട്. അവരിങ്ങനെ സബ്സ്ക്രൈബ് അടിക്കൂല. നന്നാവുന്ന കാണുന്ന ഇഷ്ടമല്ല. എന്താണെന്നറിയില്ല, ഒരാൾക്ക് നല്ല കാര്യം വരുന്നു എന്നറിയുമ്പോൾ നെഞ്ചിന്റെ ഇവിടെ ഒരു വിങ്ങല. ഈ മറ്റേ ദൂരമുള്ള ക്രിയേറ്റേഴ്സിനെയൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. നമുക്ക് അറിയാന്നുള്ള ഒരാൾ തുടങ്ങിയാൽ ഇവളങ്ങ് ഇപ്പം അങ്ങ് മറിക്കും. അങ്ങനെയൊന്നുമില്ല. വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ, അത്ര തന്നെ. ഞാനതൊരു അലങ്കാരികമായിട്ട് പറഞ്ഞാണ്. ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തെന്ന് എനിക്കറിയില്ല. സോ ആരൊക്കെ
എന്നെ സപ്പോർട്ട് ചെയ്താലും താങ്ക് യു. സൺകിസ്റ്റ് ഫോട്ടോ വേണോ? നിന്നെടുത്ത് തരാം. ശിവനിങ്ങനെയാണ്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ഉടനെ മണ്ടയും കുത്തി വീഴും. വേദന ചേട്ടാ അതാണ് ഞാൻ പറയുന്നത്. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ അങ്ങ് പോവുക, അതാണ് നല്ലത്. ഞാൻ തന്നെ കണ്ടില്ല, ഞാനിപ്പം ഡെയിലി ഇതിനെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് തുടങ്ങേണ്ടത്. എനിക്കൊരു തംബ്നെയിൽ പോലും എനിക്ക് ഇടാൻ അറിയില്ല. ഞാൻ പഠിച്ചു. ഘോരം ആയിട്ട് പഠിച്ചെന്നല്ല, പക്ഷെ എന്തൊക്കെയൊക്കെ എവിടെയൊക്കെ പഠിച്ചോ. ഡെയിലി ലേൺ ചെയ്തുകൊണ്ടിരിക്കണം എന്തെങ്കിലുമൊക്കെ. പഠിക്കാനുള്ള കോഴ്സ് ലേൺ ചെയ്തില്ലെങ്കിലും. അപ്പം എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും കാണും, നമ്മളെ പുച്ഛിക്കാനും ആൾക്കാർ കാണും, കുറ്റം പറയാനും ആൾക്കാർ കാണും. അങ്ങനെയൊന്നും വിചാരിച്ച് നിങ്ങളൊന്നും ചെയ്യാതിരിക്കരുത്. നമ്മൾ ഒറ്റയ്ക്കാണോ? നമ്മളെ കൂടെ ആരും ഇല്ലേ? ഇനിയിപ്പോൾ നമ്മൾ കടം കയറി കുത്തുവാള എടുത്തിരിക്കുകയാണോ? പ്രശ്നമില്ല, അതൊക്കെ ശരിയാവും. എന്തായാലും സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ഒരാളും ഈ ലോകത്തുണ്ട് കേട്ടാ. മുഖവരെ ആവശ്യത്തിലും കൂടുതലായി കാര്യം പറ ഇല്ലെന്നൊക്കെ പറഞ്ഞ ഞാൻ നിനക്ക് ഭയങ്കര ഐഫോൺ ഉള്ളതുകൊണ്ട് നിനക്ക് അങ്ങനെ മിണക്കാം. ഒരു അത്യാവശ്യം ഒരു സ്മാർട്ട് ഫോണൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഹോബീസ് ഇങ്ങനെ വളർത്തിയെടുക്കുക, നല്ലതാണ്. അതുപോലെയാണ് ജീവിതം. ജീവിതം എന്ന് പറയുന്ന ഒരു നദി പോലെയാണ്. നീ നദി പോലെ ഓടിക്കൊണ്ടിരു. നദി അത് വേണ്ട, അത് അങ്ങോട്ടേ പോണ്ട. എങ്ങനെയെങ്കിലും മറക്കാൻ ശ്രമിക്കുന്ന ഒരു നശിച്ച ഒരു ഇതാണത്. നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെ എങ്ങനത്തെ ആൾക്കാരായിട്ട് മാറും നമുക്കൊന്നും പറയാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും അവർ ഭയങ്കര പുണ്യാളന്മാരാണെന്ന്. പക്ഷേ ഇവരൊക്കെ മറ്റേ ആൾക്കാരൊക്കെ ആയിരിക്കും. മോശം വേർഡ്സ് ഒന്നും നമ്മൾ പരാമർശിക്കാൻ പാടില്ല. പറയാതിരിക്കാനാണ് നല്ലത്. ചില കാര്യങ്ങളൊക്കെ ഇതിന് പറയണ ഒരാവശ്യമില്ല. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി പറഞ്ഞൊന്ന് എല്ലാവരും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് അവള് വളർന്നു വരട്ടെ, അവള് നമുക്കറിയുന്നുള്ളൊരു കുട്ടിയാണല്ലോ, വളർന്നു വരുന്നത് നമുക്ക് സന്തോഷം. അങ്ങനെയൊന്നും ആരും ചിന്തിക്കൂല. നാടങ്ങനെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊരു കാര്യം അവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് തുടങ്ങാതെ നിന്നിരിക്കരുത്. എന്നെപ്പോലെ അങ്ങ് തുടങ്ങുക, എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടും. നിന്നെ സമ്മതിച്ചു ആ സമ്മതിക്ക് നീ അത്ര തന്നെ. അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ നമ്മൾ ഈ ഡ്രസ്സ് അപ്പോൾ ഭയങ്കര ചൂടേ. നിങ്ങൾ അവിടെയൊക്കെ ചൂടുണ്ടോ? നിങ്ങളൊക്കെ ഏത് ജില്ലക്കാരാണ്? എന്നെ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണ ഒരു 4-5 ആൾക്കാരൊക്കെ എനിക്കറിയാമെന്നുള്ള എൻ്റെ ഇൻസ്റ്റയിലെ ഫ്രണ്ട്സോ അങ്ങനെയൊക്കെ ആയിരിക്കും. ഇവരൊക്കെ വേറെ ഏതെങ്കിലും ജില്ലക്കാരൊക്കെ ആയിരിക്കും. അവിടെയൊക്കെ ചൂട് എങ്ങനെയാണ്? ഇവിടെ സഹിക്കാൻ വയ്യ. എനിക്ക് ഈ പരിപാടി ചെറിയ രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനിടുന്ന സാധനത്തിന് ഞാൻ തന്നെ പുച്ഛിക്കും. വേറെ ആരും പുറത്തുനിന്ന് വന്ന് പുച്ഛിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ ഇപ്പം പുച്ഛിച്ചാലും ഒരു കുഴപ്പമില്ല. നല്ല ഈഗോ ഉണ്ടല്ലേ ആവശ്യത്തിന്. എനിക്ക് ആ 2 വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി എത്ര ആൾക്കാരൊക്കെ കാണും. നമ്മൾ ഭയങ്കര മച്ചാന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ എന്നെ ഒളിഞ്ഞ് നോക്കിയിട്ട് പോകുന്ന പോലത്തെ ഒരു ഫീലായിരിക്കും നമുക്ക്. എന്നെ സപ്പോർട്ട് ചെയ്ത്, എന്നെ സബ്സ്ക്രൈബ് ചെയ്ത്, എൻ്റെ ഇൻസ്റ്റയൊക്കെ ഫോളോ ചെയ്ത്, എൻ്റെ സ്റ്റോറിക്കൊക്കെ കമൻറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ എനിക്ക് എന്നും ഇഷ്ടമാണ്. ഓക്കെ, ഇതിപ്പോൾ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടായിട്ടല്ല ഞാൻ വ്ളോഗ് ഇട്ടത്. അതായത് ഒരു 4-5 സബ്സ്ക്രൈബേഴ്സായിട്ടിരുന്ന ഒരാഴ്ച മുന്നേ ഇപ്പോൾ പെട്ടെന്നൊക്കെ 38 സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറഞ്ഞത് വലിയൊരു കാര്യമാണ്. അപ്പം അതിനെനിക്ക് നന്ദി അറിയിക്കണമെന്നുണ്ടായിരുന്നു. നന്ദി അറിയിച്ചു. ഒളിഞ്ഞു നോക്കുന്ന സോ കോൾഡ് മച്ചാന്മാരെ, മച്ചാത്തികളെ നമ്മളെയാണല്ലോ മച്ചമ്പി എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ഗൈസ് അത്രേ ഉള്ളൂ. ഞാൻ തിരിച്ചു പോട്ടെ. വയ്യ ഭയങ്കര വെയില്. അപ്പം അത്രയൊക്കെ ഉള്ളടാ. നമ്മളെ വീഡിയോ ഇന്നത്തോടെ കഴിഞ്ഞു. ഇന്നത്തേക്ക് നമ്മളെ വീഡിയോ കഴിഞ്ഞു, അതാണ് ഞാൻ ഉദ്ദേശം. അർത്ഥങ്ങൾ മാറിപ്പോയി. സോ കീപ് ലവിങ് മീ, കീപ് സപ്പോർട്ടിങ് മീ, കീപ് സബ്സ്ക്രൈബിങ് മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. ഓക്കെ ഗൈസ്, ആരോ ബാക്കിൽ നിന്ന് വരുന്ന നമുക്ക് വീഡിയോ നിർത്താം. അപ്പം നമുക്ക് വ്യത്യസ്തമായ വേറൊരു കണ്ടന്റ് കൊണ്ട് എന്തെങ്കിലും വരും എന്ന വിശ്വാസത്തിൽ